അലർജി ടെസ്റ്റിംഗ് ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ട് സൗജന്യ ആസ്മ അലർജി ക്യാമ്പ് ഇന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൃത്യം ഞങ്ങൾ 9 മണിക്ക് തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 1:30 വരെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സമയം. അപ്പോൾ അതിനുള്ളിൽ വരാനുള്ള എല്ലാ പേഷ്യൻസും ഒരു 80-85 ആൾക്കാരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പള്ളിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പേഷ്യൻസ് വയ്യായുള്ള പേഷ്യൻസൊക്കെ വന്നിരുന്നു. പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ്, PFT, ഇത് ലങ്സിൻ്റെ ശേഷി അറിയാനുള്ളത്, അത് അപ്പം തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ നെബുലൈസേഷൻ, BP, ഹൈറ്റ്, വെയിറ്റ് എന്നീ കാര്യങ്ങളൊക്കെ ഇവിടെ സൗജന്യമായിട്ട് തന്നെയാണ് എല്ലാം സൗജന്യമായിട്ട് തന്നെ കൊടുത്തിരുന്നത് കേട്ടോ. ഫസ്റ്റത്തെ പേഷ്യൻറ്റ് നമ്മളിവിടെ കയറി വന്നിട്ടുണ്ട്. ആളുടെ ഹൈറ്റും വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ BP നോക്കാനായിട്ടാണ് ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശേഷം ഡോക്ടർ മെഡിസിൻ എഴുതിയപ്പോൾ ഞാൻ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രോഗിയോട് അലർജി ഉണ്ടോ, മെഡിസിൻ അലർജി ഉണ്ടോ, അല്ലെങ്കിൽ ആയുർവേദമാണോ കഴിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഓക്കെയാണ്, കുഴപ്പമില്ല, എല്ലാം കൊണ്ടും ഓക്കെയാണ്, ആൾ മരുന്ന് കഴിക്കുന്നതാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ PFTക്കാർ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവരോരോരുത്തർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് കഴിക്കേണ്ട വിധം കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സീനിയർ സ്റ്റാഫ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കഴിക്കേണ്ട വിധമാണെങ്കിലും ക്ലിനിക്കിൽ റിട്ടേൺ പോകേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പകുതി ആയപ്പോഴേക്കിനും നമ്മുടെ ഹാള് ഫുള്ളും നിറഞ്ഞു കേട്ടോ ഗൈസ്. കാരണം 80% ആളുകൾ വന്നിരുന്നു, അതായത് ബുക്ക് ചെയ്ത ആൾക്കാർ. പിന്നെ നമുക്ക് നെബുലൈസേഷനും അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാ സൂമിങ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ അടിപൊളിയായിട്ട് ക്യാമ്പ് നടത്താനായിട്ട് പറ്റിയിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്.